ലാലേട്ടന്റെ പിറന്നാൾ ദിവസത്തെ കുറിച്ച് പറഞ്ഞു. ഈ പിറന്നാൾ ദിവസം ലാലേട്ടനെ കുറേയും അല്ലെങ്കിൽ ലാലേട്ടൻ ആരാധകരെ കുറേ അധികം സ്പെഷ്യൽ ആക്കുന്നത് ഇന്ന് കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദൃശ്യം 3യുടെ റിലീസാണ്. മോഹൻലാൽ ജീത്തു ജോസഫ് ടീമിന്റെ ക്രൈം ത്രില്ലർ ദൃശ്യം 3 മൂന്നാം ഭാഗം അല്പസമയത്തിനകം തിയേറ്ററുകളിലെത്തും. 8 മണിക്കാണ് ആദ്യത്തെ ഷോ. കൊച്ചിയിൽ സിനിമ കാണാൻ ലാലേട്ടനും എത്തിയേക്കും. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലാണ് സിനിമയുടെ റിലീസ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കവിത തിയേറ്ററിൽ നിന്ന് സൈഫുനീസ അലിയാർ നമുക്കൊപ്പം ചേർന്നുണ്ട്. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ഇപ്പം കഴിഞ്ഞ 13 വർഷമായിട്ട് മലയാളികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ, ആ സിനിമയുടെ മൂന്നാം ഭാഗം ജോർജ് കുട്ടിയും കുടുംബവും ഇന്ന് തിയേറ്ററിൽ വരുന്നു. 13 വർഷത്തിനിടയിൽ ജോർജ് കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ജോർജ് കുട്ടിക്ക് മാത്രമല്ല, ജോർജ് കുട്ടിയുടെ കുടുംബത്തിനും, അതായത് വന്ന സാഹചര്യത്തിനും ചുറ്റുപാടിനും ഒക്കെയും മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഈ മൂന്നാം ഭാഗത്തിൽ എന്തായിരിക്കും എന്നതറിയാൻ ഏവർക്കും വലിയ ആകാംക്ഷയുണ്ട്. 1ഉം 2ഉം ഭാഗങ്ങളൊക്കെയും കണ്ടത്ഭുതപ്പെട്ട മലയാളി മൂന്നാം ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റിലീസ് 8 മണിക്കാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? തിയേറ്റർ വൻ വൈബായിരിക്കുമല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് സേഫു. ഗുഡ് മോർണിംഗ് സേതു. കേരളത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു ഉത്സവമുണ്ട്, മോഹൻലാൽ സിനിമകളുടെ റിലീസ് ദിവസം നടക്കുന്ന ഉത്സവം. അത് പ്രധാനമായി നടക്കുന്ന സ്ഥലമാണ് ഈ കവിത തിയേറ്റർ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഉത്സവ പ്രതീതിയാണ് മോഹൻലാലിൻ്റെ സിനിമകളുടെ റിലീസ് ദിവസം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് പേട്രിയറ്റിനായിരുന്നു. ഇപ്പോൾ അത് ദൃശ്യത്തിനാണ്. ഇപ്പോൾ തന്നെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. 8 മണിക്കാണ് സിനിമയുടെ ആദ്യ ഷോ തുടങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഈ ദൃശ്യങ്ങളിലുള്ളത് ദേഹം മുഴുവൻ പെയിൻ്റ് അടിച്ച് ലാലേട്ടൻ്റെ ചിത്രം വരച്ചിരിക്കുന്ന ഒക്കെ ഒരു ഹാപ്പി ലാലേട്ട എന്ന് പറയുന്ന പ്ലക്ക്. ലാലേട്ടന് വലിയ ഫാനാണോ? അതെ അതെ, ലാലേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ഫുള്ള് എപ്പോൾ തുടങ്ങി പരിപാടി? ഇത് രാത്രി 12:10 തുടങ്ങിയിട്ട് വെളുപ്പിന് 5:45 തീർന്നത്. അപ്പം ഉറങ്ങാനൊന്നും പറ്റത്തില്ല, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കണം. ഇത്തിരി ബുദ്ധിമുട്ടാണ് ചുരുക്കം. സ്ഫടികത്തിലെ ലാലേട്ടനാണല്ലോ. അത് വരച്ചെന്നേ ഉള്ളതിൽ അതാകുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവുമല്ലോ എന്ന് ഓർത്ത്. ഷോപ്പൊക്കെ ആകുമ്പോഴേ അതാണോ ഇഷ്ട കഥാപാത്രം? അതാ ഇഷ്ട കഥാപാത്രം, സ്ഫടികം ഇഷ്ടകഥാപാത്രം. അതെ, ചേട്ടൻ്റെ പേരെന്താ? നാളെ എവിടെ? എൻ്റെ പേര് ബോണി. ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണ്. ലാലേട്ടനെ കാണാൻ കാത്തുക്കാണ്. അതെ അതെ അതെ. അതായത് 7:30 ലാലേട്ടൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടനെ കാണാനായിട്ടുള്ള ആളുകൾ കാത്തു നിൽക്കുന്നതാണ്. ഇവിടെ മുഴുവൻ ഒരു പ്ലക്കാർഡും ഫ്ലെക്സുകളും ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഈ കവിത തിയേറ്റർ മുഴുവൻ. നമുക്കറിയാം 1000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററാണ് കവിത തിയേറ്റർ. അതുകൊണ്ട് തന്നെ എത്ര ഫാൻസ് വന്നാലും ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ള ഒരു തിയേറ്റർ കൂടിയാണ്. ആ തിയേറ്ററിലേക്കാണ് ഇന്ന് മോഹൻലാൽ പിറന്നാൾ ദിനത്തിൽ, അദ്ദേഹത്തിൻ്റെ 65ാം പിറന്നാൾ ദിനത്തിൽ ആരാധകരെ കാണാനും ഒപ്പം തന്നെ ഈ സിനിമ കാണാനും ഒക്കെ ആയിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോട് ഒരുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ദൃശ്യം കാണാൻ വന്നാണോ? അതെ, എല്ലാ തവണ എല്ലാം ആദ്യം തന്നെ കണ്ടിട്ടുണ്ടോ? പറ്റുന്നൊക്കെ കാണാം. അതിലെ ആക്ട്രസ് ശാന്തിമായ ദേവി എൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്. ലാലേട്ടൻ ഫാനാണോ? തീർച്ചയായിട്ടും. ലാലേട്ടൻ്റെ പിറന്നാൾ കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു മിസ്റ്റർ ലാലേട്ടൻ. ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ. നമുക്കറിയാം കുറേ പേര് ഈ ഭാഗത്തൂടി വരുന്നുണ്ട്, ആരാധകരായിട്ടുള്ളവരാണ്. 8 മണിക്കാണ് ഷോ, അത് കാരണം കൂടുതൽ പേര് എത്താനുണ്ട്. ലാലേട്ടനെ കാണാൻ നിൽക്കുകയാണോ? ഇങ്ങനെ ഇന്ന് പിറന്നാൾ കൂടിയാണ്, അന്നാണ് ദൃശ്യം വരുന്നത്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു ക്രൈം ത്രില്ലർ കൂടിയാണ്. അതെ അതെ, അതിൻ്റെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആ 2 ഭാഗങ്ങൾ പോലെ തന്നെ മൂന്നാം ഭാഗവും തകർക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നു? ലാലേട്ടനെ കാത്തു നിൽക്കുകയാണോ? തീർച്ചയായിട്ടും. പ്രതീക്ഷകൾ വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ 1ഉം 2ഉം പോലെ തന്നെ ഇതും സൂപ്പർ ഒരു ചിത്രമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. മീറ്റ് ചെയ്താൽ മതി. ആണ്. ആദ്യ ഷോ കാണാൻ തന്നെ വന്നിരിക്കുന്നതാണ്. അത് അവിടെ കുറെ കുട്ടിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ലാലേട്ടൻ്റെ സിനിമ കാണാമെന്നാണോ? ഒരു നാണം വന്നു കുട്ടികൾക്ക്. ശരി സേഫു, ശരി, ആളുകളൊക്കെ എത്തുന്നുണ്ട്. പിന്നെ മോഹൻലാൽ സിനിമയുടെ ആദ്യത്തെ ഷോ ആവുമ്പോഴത്തേനും മാത്രമല്ല ദൃശ്യം 3 ഒരു വൈകാരിക സംഭവം കൂടിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 10-13 വർഷമായിട്ട് മലയാളികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ആ സിനിമയുടെ മൂന്നാം ഭാഗം റിലീസ്. പിന്നെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന കവിത തിയേറ്ററിലേക്ക് ലാലേട്ടൻ എത്തുമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചക്കാർക്ക് ആവേശം ഇരട്ടിയായിരിക്കും. ഇപ്പോൾ ലാലേട്ടൻ വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകാം, അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നിപ്പം മലയാളക്കരയുടെ ഒരു വലിയ വിശേഷമാണല്ലോ ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷവും അതേപോലെ തന്നെ ദൃശ്യം 3യുടെ റിലീസും ഒക്കെ.